ഹായ്, ഞാൻ ലക്ഷ്മി കൃഷ്ണൻ, ഒരു സ്കിൻ കെയർ എന്തൂസിയാസ്റ്റ് ആണ്. ഇത് നമ്മുടെ ട്യൂസ്ഡേയുടെ Q&A ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷൻ ആണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ 3 പേര് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് 2 ക്വസ്റ്റ്യനും അതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഉള്ളിൽ ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് 2 കമന്റ്സും പിന്നെ അല്ലാണ്ട് വന്നിട്ടുള്ള മറ്റുള്ള കമന്റ്സും DMസും ഒക്കെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്നത്തെ Q&A ചെയ്യുന്നത്. പക്ഷെ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ പറ്റി ഒന്ന് ആലോചിക്കുക. നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. വന്ന കമന്റ് എങ്ങനെയാന്ന് ചോദിച്ചാൽ ഫോർഹെഡിലും മൗത്തിനും ചുറ്റും ഹൈപ്പർ പിഗ്മെന്റേഷൻ ഉണ്ട്. അപ്പൊ അത് കാരണം ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത 2 സൺസ്ക്രീൻ ആണ്. ഒന്ന് ആഗ്നെ യുവിയും പിന്നെ ഒന്ന് സൺക്രോ സൺസ്ക്രീനും. പക്ഷെ ഇത് 2 യൂസ് ചെയ്ത് കഴിഞ്ഞാലും സ്കിൻ ഡാർക്ക് ആക്കുകയും പിന്നെ എന്താ പറയുക വൈറ്റ് കാസ്റ്റ് ഇടുകയും ചെയ്യുന്നു എന്നായിരുന്നു പറഞ്ഞിരുന്നത്. സംഭവം എന്തെന്ന് വെച്ചാൽ ഇത് രണ്ടും നല്ല സൺസ്ക്രീൻ ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ എന്റെ അതിനകത്ത് ആഗ്നെ യുവി എന്റെ ഫേവറേറ്റ് ആണെന്ന് എല്ലാവർക്കും അറിയും. പക്ഷെ സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ ഞാൻ പറയത്തില്ല, നമ്മളിപ്പോ ഏത് സ്കിൻ കെയർ യൂസ് ചെയ്താലും ഏത് സൺസ്ക്രീൻ യൂസ് ചെയ്താൽ അത് പേഴ്സൺ ടു പേഴ്സൺ അതിന്റെ എഫക്റ്റ് മാറാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പൊ ചിലപ്പോൾ നമ്മൾ കുറച്ച് വൈറ്റ് കാസ്റ്റ്, അതായത് കുറച്ച് വൈറ്റിഷ് കളർ വിടുന്ന സൺസ്ക്രീൻ ആണ് നമ്മൾ കുറച്ച് ഡാർക്ക് സ്കിൻ ടോണിലുള്ള ആളുകൾ, പ്രത്യേകിച്ച് ഓയിലി സ്കിന്നിലുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നമ്മൾ കുറച്ച് തിക്ക് ആയിട്ടുള്ള സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓയിൽനെസ് കാരണം ഈ സൺക്രോസ് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഓയിൽനെസ് ക്രീം ടൈപ്പ് ആയതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ആ തിക്നെസ് കാരണം നമുക്ക് കുറച്ചുകൂടി ഓയിൽനെസ് ഫേസിൽ ഫീൽ ചെയ്യും. അത് കാരണം നമുക്ക് ഫേസ് ആ ഓയിൽ പ്രൊഡക്ഷൻ കൂടുന്നത് കാരണം നമുക്ക് ഫേസ് ഒന്ന് ഡാർക്ക് ആക്കാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ആഗ്നെ യുവി നല്ല സൺസ്ക്രീൻ ആണെങ്കിൽ അത് ഒരു വൈറ്റ് കാസ്റ്റ് ടൈപ്പ് നമ്മുടെ സ്കിന്നിൽ തരും. അപ്പൊ അത് കാരണം നമുക്ക് ഓൾറെഡി കുറച്ച് ഡെസ്കി സ്കിൻ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ ഗ്രേയിഷ് അപ്പിയറൻസ് വരും. അത് കാരണം നമുക്ക് സ്കിൻ ഡാർക്ക് ആയിട്ട് തോന്നും. അപ്പൊ ഇത് രണ്ടും കൊണ്ടാണ് ബേസിക്കലി എനിക്ക് തോന്നുന്നത് ആ ഒരു ഡാർക്ക്നെസ് ഫീൽ ആയിട്ടുള്ളത്. അപ്പം ഈ നമ്മുടെ ഹൈപ്പർ പിഗ്മെന്റേഷൻ നമ്മുടെ സ്കിന്നിൽ ഉണ്ടെങ്കിൽ സൺസ്ക്രീൻ നമുക്ക് ഒരിക്കലും സ്കിപ്പ് ചെയ്യാനും പറ്റത്തില്ല. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എപ്പോഴും ഫ്ലൂയിഡ് ടൈപ്പ് സൺസ്ക്രീൻസ് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കാം. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ വിഷ് കെയറിന്റെ നയാസിനമൈഡ് സൺസ്ക്രീനിലെ ഇപ്പൊ പ്രസന്റ്ലി അവരുടെ ന്യൂ ലോഞ്ചിലുള്ള അത് നല്ലൊരു ഓപ്ഷനാണ്. അതല്ലെങ്കിൽ നമ്മുടെ ഡോട്ട് ആൻഡ് കീയുടെ ആ ലിക്വിഡ് ഫൗണ്ടേഷൻ അത് നല്ലൊരു ഓപ്ഷനാണ്. അല്ലെങ്കിൽ നമ്മുടെ വിഷ് കെയറിന്റെ തന്നെ ഇൻവിസിബിൾ സൺസ്ക്രീൻ ഒക്കെ നല്ല ഓപ്ഷനാണ്. നമ്മുടെ ഡീകൺസ്ട്രക്റ്റിന്റെ ഫ്ലൂയിഡ് സൺസ്ക്രീൻ ഈവൻ ദോ ഓയിലി അല്ല, ഡ്രൈ സ്കിൻ ടു നോർമൽ സ്കിൻകാർക്കാണെങ്കിൽ അതിന്റെ ആ കൺസിസ്റ്റൻസി ആ ഒരു വൈറ്റ് കാസ്റ്റ് ഇടായ്മ കൊണ്ട് നമുക്ക് ഓയിലി സ്കിൻകാർക്ക് പ്രത്യേകിച്ച് ഈ കുട്ടിക്ക് ചിലപ്പോൾ അത് മാച്ച് ആവാൻ പറ്റുന്ന ഒരു സൺസ്ക്രീൻ ഓപ്ഷൻ ആണ്. അപ്പൊ സംഭവം എന്ന് വെച്ചാൽ ഈ കാരണം നമ്മൾ മറ്റേ 2 സൺസ്ക്രീൻ ഫിൽറ്റേഴ്സ് എടുത്താലും രണ്ടിലും ഉള്ളത് ആഗ്നെ യുവിയിൽ സിങ്ക് ഓക്സൈഡും ഉണ്ട്, ടൈറ്റാനിയം ഓക്സൈഡും ഉണ്ട്. നമ്മുടെ സൺബ്ലോക്കിൽ സിങ്ക് ഓക്സൈഡ് ആണ് മെയിൻ ആയിട്ടുള്ള ഫിൽറ്റേഴ്സ് ആയിട്ട് വരുന്നത്. അപ്പൊ 2 ഫിസിക്കൽ സൺസ്ക്രീൻ ആണ്. പക്ഷെ സംഭവിച്ചത് എന്തെന്ന് വെച്ചാൽ ഇതിന്റെ തിക്നെസ് കാരണമാണ് മോസ്റ്റ് ഓഫ് ദി ടൈം പുള്ളിക്കാരിക്ക് ഡാർക്ക്നെസ് ഫീൽ ചെയ്തത്. കാരണം വൈറ്റ് കാസ്റ്റും ഡാർക്ക്നെസ്സും പറയുന്നത് അപ്പൊ അതൊരു ഗ്രേഷ് അപ്പിയറൻസിന്റെ കാരണമായിട്ടായിരിക്കും വന്നിട്ടുണ്ടാവും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പ്യൂർ കെമിക്കൽ സൺസ്ക്രീൻസ് യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. കാരണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു എന്താ പറയുന്നത് വൈറ്റ് അലർജിക് ബേസ്ഡ് ആയിട്ടുള്ള ഡാർക്ക്നെസ് ആണെങ്കിൽ നമുക്കത് ഒരിക്കലും ഉണ്ടാവാനും പോണില്ല. മോസ്റ്റ് ഓഫ് ദി ടൈം എനിക്ക് തോന്നുന്നില്ല അലർജി ആവാനാണ് ചാൻസ്. ഈ ഒരു വൈറ്റ് കാസ്റ്റ് ഉള്ളത് കൊണ്ടാണ് ആ ഒരു ഡാർക്ക്നെസ് ഫീൽ ചെയ്ത് ആ ഒരു ഈ പറഞ്ഞ ഏതെങ്കിലും സൺസ്ക്രീൻ നോക്കാം. പിന്നെ രണ്ടാമത്തെ ഇഷ്യൂ ഫോർഹെഡിലും മൗത്തിന് ഏരിയ ചുറ്റുമുള്ള ഹൈപ്പർ പിഗ്മെന്റേഷൻ. അത് നമുക്ക് ഹെറിഡിറ്ററി ആയിട്ടുള്ളതാണെങ്കിൽ അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മൗത്തിന് ചുറ്റുമൊക്കെ ആണെങ്കിൽ വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി, ഹോർമോണൽ ചേഞ്ച് അതൊക്കെ കാരണമായിരിക്കും വന്നിട്ടുണ്ടാവുക. അപ്പം അത് റീസൺ ഫസ്റ്റ് പോയിന്റ് ഔട്ട് ചെയ്യാം. അല്ല ഹെറിഡിറ്ററി ആയിട്ടൊക്കെ ആണെങ്കിൽ നമ്മൾ പ്രോപ്പർ ആയിട്ട് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാം. അതിന്റെ കൂടെ പോജിക് ആസിഡ് ബേസ് ചെയ്തിട്ടുള്ള സിറംസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹൈപ്പർ പിഗ്മെന്റേഷൻ ഒന്ന് ലൈറ്റ് ആക്കാൻ പറ്റും. പിന്നെ മാത്രമല്ല വീക്ക്ലി വൺസ് നൈറ്റിൽ ഗ്ലൈക്കോളിക് ആസിഡിന്റെ സിറമോ അതല്ലാന്നുണ്ടെങ്കിൽ ക്രീമോ യൂസ് ചെയ്യാം. അതല്ല നിങ്ങൾ 24 ഏജിനും 20 ഏജിനും ഒക്കെ മുകളിലാണെന്നുണ്ടെങ്കിൽ കെമിക്കൽ അപ്പീൽസ് യൂസ് ചെയ്യുകയാണെങ്കിലും നമുക്ക് ആ ഒരു ഹൈപ്പർ പിഗ്മെന്റേഷന്റെ ഇന്റൻസിറ്റി ഒന്ന് കുറച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പൊ ഇതായിരുന്നു ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ ഒരുവിധം എല്ലാം കവർ ആക്കിയിട്ടുണ്ട് എന്ന്. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സ് ചോദിച്ചാൽ നമുക്ക് ബാക്കി കൂടെ ക്ലിയർ ചെയ്യാം. അടുത്ത ഒരാൾ ചോദിച്ചത് പുള്ളിക്കാരുടെ ഓയിലി സ്കിൻ ആയിരുന്നു. പിന്നെ ഫേസിലും കൈയും കാലും, അതായത് സൺ എക്സ്പോഷർ ഉള്ള സ്ഥലങ്ങളിൽ ടാൻ ആയി, ബാക്കി ഏരിയാസിൽ കുഴപ്പമൊന്നുമില്ല. നോർമലി എല്ലാവർക്കും വരുന്ന പ്രശ്നമാണ്, എനിക്കൊക്കെ ഉള്ള പ്രശ്നമാണ്. നമ്മൾ സൺ എക്സ്പോഷർ കൂടുതലുള്ള സ്ഥലത്ത് പെട്ടെന്ന് ടാനിങ് വരുന്നത്. അപ്പൊ അതിന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് സൺസ്ക്രീൻസ് ആണ്. അതായത് ഓയിലി സ്കിൻ ബേസ് ചെയ്തിട്ട് ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യുക. അതല്ല നിങ്ങൾ ഓയിലി സ്കിൻ അല്ലാത്ത സൺസ്ക്രീൻ ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് സ്കിൻ ഡാർക്ക്നെസ് ഉള്ള ചാൻസ് കൂടുതലാണ്. ഞാൻ ഈ നേരത്തെ പറഞ്ഞ ആഗ്നെ യുവി സൺസ്ക്രീനും നല്ല ഓപ്ഷൻസ് ആണ് ഓയിലി സ്കിൻകാർക്കുള്ള സൺസ്ക്രീൻ. അപ്പൊ നിങ്ങളുടെ സ്കിന്നിന് ചേരുന്നതാണെങ്കിൽ, അതായത് നിങ്ങളുടെ കളറിന് വൈറ്റ് കാസ്റ്റ് ഇടുന്ന സൺസ്ക്രീൻ ആയതുകൊണ്ട് തന്നെ ആ വൈറ്റ് കാസ്റ്റ് ഇഷ്യൂ ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഓയിലി സ്കിൻകാർക്ക് വേണ്ടിയുള്ള ഫുൾ സൺസ്ക്രീനിന്റെ റെക്കമെൻഡേഷൻസ് ഓയിലി സ്കിൻ കെയർ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അവിടെ ഒന്ന് പോയി നോക്കി കഴിഞ്ഞാൽ ഫുൾ റെക്കമെൻഡേഷൻ അവിടെ കാണും. പിന്നെ അടുത്തത് ടാനിങ് മാറ്റാനുള്ളത് എങ്ങനെയാന്നുള്ളതാണ്.
അതിനുവേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മെയിൻ ഇൻഗ്രീഡിയന്റ് ആൽഫ ആർബിറ്റിൻ ആണ്. കാര്യം എന്തെന്ന് വെച്ചാൽ കോജിക് ആസിഡിനെക്കാളും ടാനിങ് ഒക്കെ മാറ്റാൻ ഏറ്റവും നല്ലത് ആൽഫ ആർബിറ്റിൻ ആണ്. ഈവൻ രണ്ടും ഒരുപോലെയാണ് വർക്ക് ചെയ്യുന്നതെങ്കിലും കുറച്ചും കൂടെ കോജിക് ആസിഡിന് അത്ര ഇന്റൻസ് ആയിട്ട് വർക്ക് ചെയ്യേണ്ട, മീൻസ് കോജിക് ആസിഡ് അത്ര വലിയ ടാനിങ് അല്ലല്ലോ, നമുക്ക് ഹൈപ്പിഗ്മെന്റേഷൻ അല്ലല്ലോ മറ്റേ ചെറിയ ടൈപ്പ് ടാനിങ് അല്ലേ. അതിന് ഏറ്റവും ബെസ്റ്റ് ആൽഫ ആർബിറ്റിൻ ആണ്. പിന്നെ അതിന്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിയാസിനമൈഡ് സിറം യൂസ് ചെയ്യാം. അപ്പൊ എങ്ങനെയാണ് റൊട്ടീൻ സെറ്റപ്പ് ചെയ്യാന്ന് വെച്ചാൽ ഫസ്റ്റ് സാലിസിലിക് ആസിഡ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ഫേസ് വാഷ് സെലക്ട് ചെയ്യാം, ബിക്കോസ് ഓയിലി സ്കിൻ ആയതുകൊണ്ട്. എന്നിട്ട് സിറത്തിന് വേണ്ടിയിട്ട് ആൽഫ ആർബിറ്റിൻ സിറം യൂസ് ചെയ്യാം. പിന്നെ ഒരു ജെൽ ബേസ്ഡ് മോയിസ്ചറൈസർ സെലക്ട് ചെയ്യാം. അതിനുശേഷം ഒരു സൺസ്ക്രീൻ സെലക്ട് ചെയ്യുക. ഒന്നുകിൽ മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള സൺസ്ക്രീൻ അല്ലെങ്കിൽ ജെൽ ബേസ്ഡ് ആയിട്ടുള്ള സൺസ്ക്രീൻ, അങ്ങനത്തെ ഏതെങ്കിലും ഒരു സൺസ്ക്രീൻ സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. നൈറ്റിലും സെയിം റൊട്ടീൻ ഫോളോ ചെയ്യുക. 24 ഏജിന് എബോ ആണെങ്കിൽ നിങ്ങൾക്ക് റെറ്റിനോൾ യൂസ് ചെയ്യാൻ കുഴപ്പമില്ല. അതുപോലെ 20 ഏജിന് മുകളിലോട്ടാണെങ്കിൽ നിങ്ങൾക്ക് വീക്കിലി വൺസ് കെമിക്കൽ പീൽ യൂസ് ചെയ്യാനും പറ്റും. അതല്ല, കാരണം കെമിക്കൽ പീൽ യൂസ് ചെയ്താൽ നമുക്കൊരു ഹൈപ്പിഗ്മെന്റേഷൻ അല്ലെങ്കിൽ ടാനിങ് മാറ്റാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീക്കിലി വൺസ് ട്വൈസ് ഗ്ലൈക്കോളിക് ആസിഡ് സിറം യൂസ് ചെയ്താലോ അതല്ലെങ്കിൽ ലാക്ടിക് ആസിഡ് സിറം യൂസ് ചെയ്താൽ നമുക്ക് ആ ബോഡിയിൽ ഫേസിലെ ടാനിങ് മാറ്റാം. ഇനി ബോഡിയിലോട്ട് വരികയാണെങ്കിൽ ബോഡി ടാനിങ് മാറ്റാൻ ഏറ്റവും ബെസ്റ്റ് നമ്മൾ AHA BHA ബോഡി വാഷസ് യൂസ് ചെയ്യാനാണ്. അത് ഡെയിലി എക്സ്ഫോളിയേറ്റിംഗ് ബോഡി വാഷസ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൽ ആ ഡെഡ് സ്കിൻ ലെയർ കളയും. അപ്പൊ അതിന്റെ കൂടെ നമ്മൾ ടോപ്പിലുള്ള ടാൻ പോവുകയും ചെയ്യും. അതിന്റെ കൂടെ ലാക്ടിക് ആസിഡ് ബേസ് ചെയ്തിട്ടുള്ള ബോഡി ലോഷൻസ് ഇല്ലേ, ഇപ്പൊ സുഗന്ധയുടെ ബോഡി ലോഷൻ അല്ലെങ്കിൽ AHA ബോഡി ലോഷൻസ് എന്ന് പറഞ്ഞിട്ട് വിഷ്കെയറിലൊക്കെ ബോഡി ലോഷൻസ് കിട്ടും. അങ്ങനെ ഏതെങ്കിലും ഒരു ബോഡി ലോഷൻസ് ഫോളോ അപ്പ് ചെയ്യാം. മാത്രമല്ല പുറത്തു പോകുമ്പോൾ ഒരു നല്ല ബോഡി സൺസ്ക്രീനും കൂടെ യൂസ് ചെയ്യാനും മറക്കണ്ട. അടുത്ത കമന്റ് ബോക്സിലോട്ട് പോവുകയാണെങ്കിൽ ഒരുപാട് പേരും സെൻസിറ്റീവ് സ്കിൻകാരെ പറ്റിയിട്ടുള്ള ഡൗട്ട് ഉണ്ടായിരുന്നു. അതായത് സെൻസിറ്റീവ് സ്കിന്നും കെമിക്കൽ പീലും ബേസ് ചെയ്തിട്ടുള്ള ഡൗട്ട് ഉണ്ടായിരുന്നു. കെമിക്കൽ പീലിങ്ങിനെ പറ്റിയിട്ട് തന്നെ കുറെ ഡൗട്ട്സ് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു കെമിക്കൽ പീലിന്റെ മറ്റു ഷോർട്സ് ഇട്ടതുകൊണ്ടായിരിക്കും കുറെ ഡൗട്ട്സ് വരാൻ കാരണം. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു വെച്ചാൽ കെമിക്കൽ പീല് കോജിക് ആസിഡോട് യൂസ് ചെയ്യാൻ പറ്റുമോ ഒരുമിച്ച്. അപ്പൊ ഫസ്റ്റ് നമ്മൾ എന്തൊക്കെയാണ് നമുക്ക് കെമിക്കൽ പീലിലൂടെ യൂസ് ചെയ്യാൻ പറ്റാത്തത് നോക്കാം. അതിന് വേണ്ടി ഫസ്റ്റ് നമ്മൾ എന്തൊക്കെയാണ് കെമിക്കൽ പീല് നോർമലായിട്ട് ഉണ്ടാവുക, AHAs BHAs PHAs. AHAs എന്ന് പറയുമ്പോൾ ഏതൊക്കെയാ, ഗ്ലൈക്കോളിക് ആസിഡ് അല്ലെങ്കിൽ ലാക്ടിക് ആസിഡ്. BHA എന്ന് പറയുമ്പോൾ സാലിസിലിക് ആസിഡ് ആയിരിക്കും അല്ലെങ്കിൽ മെലിക് ആസിഡ് ആയിരിക്കും. PHS പോളിഹൈഡ്രോക്സി ആസിഡ്. അതൊരു വെറൈറ്റി അങ്ങനത്തെ അങ്ങനെ തന്നെയാണ് പറയുന്നത്. അപ്പൊ ഇത് ഇത്രയും ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഓൾറെഡി അറിയാം നമ്മൾ AHAയുടെയും BHAയുടെയും നമുക്ക് വിറ്റാമിൻ സിയും സിറവും യൂസ് ചെയ്യാൻ പറ്റത്തില്ല, റെറ്റിനോൾ സിറംസും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഓൾറെഡി ഇതിനകത്ത് നമ്മുടെ കെമിക്കൽ പീലിനകത്ത് AHAs ഉണ്ട്, അതായത് ഗ്ലൈക്കോളിക് ആസിഡും ലാക്ടിക് ആസിഡും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ വീണ്ടും ഗ്ലൈക്കോളിക് ആസിഡ് സിറമോ ലാക്ടിക് ആസിഡ് സിറമോ അതിന്റെ കൂടെ യൂസ് ചെയ്യണം വേണ്ട. പിന്നെ ഓൾറെഡി BHAs ഉണ്ട്, അതായത് സാലിസിലിക് ആസിഡ് ഉണ്ട്. അപ്പൊ വീണ്ടും നമ്മൾ സാലിസിലിക് ആസിഡ് സിറം യൂസ് ചെയ്യുന്നു വേണ്ട. അപ്പൊ എന്തൊക്കെ യൂസ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായല്ലോ. ഇനി അടുത്തതിൽ വരുന്നതെന്ന് വെച്ചാൽ കോജിക് ആസിഡ്, അതല്ലെങ്കിൽ നയാസിനമൈഡ്, അതല്ലെങ്കിൽ ആൽഫ ആർബിറ്റിൻ, അസലിക് ആസിഡ്, ഇതൊക്കെ യൂസ് ചെയ്യാമോ എന്നുള്ളതാണ്. ബേസിക്കലി നമുക്ക് ഈ പറഞ്ഞ എല്ലാ സാധനവും യൂസ് ചെയ്യാം. പക്ഷെ ഞാൻ യൂസ് ചെയ്യാറില്ല, കാരണം നമ്മൾ ഓൾറെഡി അതിന് വേണ്ടിയിട്ടുള്ള എന്ന് വെച്ചാൽ ടൈറോസിനേസ് ഇൻഹിബിറ്റർ ആയിട്ട് നമ്മൾ ഗ്ലൈക്കോളിക് ആസിഡ് അതായത് AHAs ആഡ് ചെയ്യും. അപ്പൊ നമ്മൾ യൂസ് ചെയ്യും. പിന്നെ വീണ്ടും കുറെ ടൈറോസിനേസ് ഇൻഹിബിറ്റേഴ്സ് നമ്മൾ അന്നത്തെ ദിവസം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അതായത് കോജിക് ആസിഡ്, ആൽഫ ആർബിറ്റിൻ, അസലിക് ആസിഡ്, ട്രാൻഎക്സാമിക് ആസിഡ് പോലെയുള്ളവ വീണ്ടും ആഡ് ചെയ്യണ്ടേ. ഇതിനകത്തുള്ള ഗ്ലൈക്കോളിക് ആസിഡ് നമ്മൾ ഓൾറെഡി ഇന്ന് രാത്രി യൂസ് ചെയ്തല്ലേ. സോ അതുകൊണ്ട് ഇത് യൂസ് ചെയ്യാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് നിയാസിനമൈഡ് സിറം ആഡ് ചെയ്യാം, അതല്ലെങ്കിൽ ഹൈഡ്രോണിക് ആസിഡ് സിറംസ് ആഡ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പെപ്റ്റൈഡ് സിറംസ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെറമൈഡ് ബേസ് ചെയ്തിട്ടുള്ള മോയിസ്ചറൈസറോ ഗ്ലൈക്കോളിക് ആസിഡ് ബേസ് ചെയ്തിട്ടുള്ള മോയിസ്ചറൈസറോ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കെമിക്കൽ പീലിന്റെ കൂടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സൊല്യൂഷൻസ് ആണ്. ഇനി അടുത്തതെന്ന് വെച്ചാൽ ചേച്ചി എന്റത് സെൻസിറ്റീവ് സ്കിൻ ആണ്, സോ ഞാൻ ലാക്ടിക് ആസിഡ് യൂസ് ചെയ്താൽ നമ്മുടെ സ്കിൻ വീണ്ടും സെൻസിറ്റീവ് ആവും. ഇല്ല, നമുക്ക് സെൻസിറ്റീവ് സ്കിൻകാർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ആയിട്ടുള്ള രണ്ട് പീലുകളാണ്, രണ്ട് എക്സ്ഫോളിയേറ്റിംഗ് ഏജൻസ് ആണ്. ഒന്ന് ലാക്ടിക് ആസിഡും ഒന്ന് PHAs. ഇതൊരിക്കലും നമ്മുടെ സ്കിന്നെ വീണ്ടും എക്സ്ട്രീംലി സെൻസിറ്റീവ് ആക്കാൻ പോണില്ല. പിന്നെ പ്രശ്നം എന്തെന്ന് വെച്ചാൽ ഇത് നമ്മൾ എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് നമ്മളിപ്പോൾ ഓൾറെഡി ഇപ്പൊ ഏത് സ്കിൻ ടൈപ്പും ആയിക്കോട്ടെ നമ്മൾ എക്സ്ഫോളിയേറ്റേഴ്സ് ആയിട്ടുള്ള സിറംസ് ഓവർ യൂസ് ചെയ്യുകയാണെങ്കിൽ, ഈവൻ ഫേസ് വാഷ് ആയാലും നിങ്ങൾ ഓവർ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിൻ ബാരിയർ ഡാമേജ് ആവും എന്നുള്ള കാര്യം ഉറപ്പാണ്. സോ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കറക്റ്റ് വേ ഓഫ് വേയിൽ യൂസ് ചെയ്യാം. ലാക്ടിക് ആസിഡ് ആയാലും അതല്ല നിങ്ങൾ കെമിക്കൽ പീൽ ആയാലും എന്തോ ആയിക്കോട്ടെ, വീക്ക്ലി വൺസോ അല്ലെങ്കിൽ 2 വീക്സിൽ വൺസോ മാത്രം യൂസ് ചെയ്യാം. അതിൽ കൂടുതൽ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് ഓൾട്ടർനേറ്റ് ഡേയ്സിൽ മോർണിംഗ് ഈവനിങ് അങ്ങനെ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഏത് സിറം ആണെങ്കിലും എക്സ്ഫോളിയേറ്റിംഗ് സിറംസ് എബോ അപ്പം സാലിസിലിക് ആസിഡ് നമ്മൾ 2% വരെ യൂസ് ചെയ്യാറുള്ളൂ. ഗ്ലൈക്കോളിക് ആസിഡിന് 6% എബോ ആണെങ്കിൽ, അതല്ല നിങ്ങളുടെ ലാക്ടിക് ആസിഡ് ആണെങ്കിൽ 5% എബോ ഒക്കെ ആണെങ്കിൽ ഡെയിലി യൂസ് ചെയ്യുന്നേക്കാളും നല്ലത് വീക്കിലി വൺസോ ട്വൈസോ യൂസ് ചെയ്യാം. കെമിക്കൽ പീൽസ് ആണെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ടാഴ്ചയിൽ ഒരു ദിവസം അത്ര യൂസ് ചെയ്താൽ മതി. അതിനപ്പുറത്തോട്ട് യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെ ഇത് നമ്മുടെ സ്കിൻ സെൻസിറ്റീവ് ആവാതിരിക്കും. പിന്നെ നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ ഓൾറെഡി സെൻസിറ്റീവ് ആണ്,
നല്ല നോർമൽ സ്കിൻ ആണ്. നമ്മൾ ഈ എക്സ്ഫോളിയേറ്റിംഗ്സ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിൻ ഫോട്ടോ സെൻസിറ്റീവ് അത് നോർമലി ആവുന്നതാണ്. ഇപ്പൊ നിങ്ങൾ വിറ്റാമിൻ സി യൂസ് ചെയ്താലും ഒക്കെ നമ്മുടെ റെറ്റിനോൾ യൂസ് ചെയ്തപ്പോൾ നമ്മുടെ സ്കിൻ ഫോട്ടോ സെൻസിറ്റീവ് ആവും. അപ്പൊ നമ്മൾ അതിന് വേണ്ടി യൂസ് ചെയ്യുന്നത് സൺസ്ക്രീൻ. ഇപ്പൊ നിങ്ങൾ ഈ സാധനം യൂസ് ചെയ്തില്ലെങ്കിലും നിങ്ങൾ മസ്റ്റ് ആയിട്ട് സെൻസിറ്റീവ് സ്കിൻകാർ സൺസ്ക്രീൻ യൂസ് ചെയ്യണം, നമ്മുടെ സ്കിൻ ബാരിയർ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട്, നമ്മുടെ സ്കിന്നെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട്. അപ്പം എന്ത് യൂസ് ചെയ്താലും നിങ്ങൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് മസ്റ്റ് ആയിട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യുക. ഓവർ എക്സ്പോഷർ ഉണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും റീഅപ്ലിക്കേഷനും ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ നിങ്ങൾ എത്ര കെമിക്കൽ പീൽ ചെയ്താലും എന്ത് എക്സ്ഫോളിയേറ്റിംഗ് സിറംസ് യൂസ് ചെയ്താലും ഹൈഡ്രേഷൻ ഈസ് ദ കീ. അതായത് നമ്മളിപ്പോൾ ഓൾറെഡി നമ്മുടെ സ്കിന്നിലുള്ള ഓയിൽസിനൊക്കെ ഡെഡ് സ്കിന്നൊക്കെ നമ്മൾ റിമൂവ് ചെയ്ത് നമ്മുടെ സ്കിൻ ഫ്രഷ് ബേബി സ്കിൻ നമ്മുടെ സ്കിന്നിൽ ഫേസിലിരിക്കുകയാണ്. അപ്പൊ അതിന് നമ്മൾ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ സ്കിൻ ഡ്രൈ ആയിട്ട് നമ്മളിപ്പോൾ എന്തിനാണോ ചെയ്ത് അതിന്റെ ഉൾട്ടാ ഫലം കിട്ടും. സോ ഓൾവേസ് ഹൈഡ്രേറ്റ് യുവർ സ്കിൻ ഇതിന് ശേഷം കെമിക്കൽ പീലിനോ അല്ലെങ്കിൽ എക്സ്ഫോളിയേറ്റിംഗ് സിറംസോ യൂസ് ചെയ്തതിന് ശേഷം. അടുത്തൊരു ക്വസ്റ്റ്യൻ, ലാക്ടിക് ആസിഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാട്സ്, അതായത് നമ്മുടെ സ്കിന്നിൽ വരുന്ന അരിമ്പാറ അല്ലെങ്കിൽ സ്കിൻ ടാഗ് എന്നൊക്കെ പറയുന്ന സാധനം മാറും, ഓപ്പൺ ബോസ് മാറും എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. അപ്പൊ നമുക്ക് ഫുൾ വാട്സിനെ പറ്റിയിട്ട് നോക്കാം, ലാക്ടിക് ആസിഡിനെ പറ്റിയിട്ട് നോക്കാം. ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത് സ്കിന്നിൽ ടാഗ് അല്ലെങ്കിൽ വാട്സ് എന്നൊക്കെ പറഞ്ഞ സാധനങ്ങൾ നമുക്ക് ഒരിക്കലും ഒരു സെറമോ ക്രീമോ യൂസ് ചെയ്ത് മാറ്റാൻ പറ്റുന്ന സാധനങ്ങളല്ല. അതുപോലെ തന്നെ ഈ മറ്റേ എന്താ പറയുക, നമ്മുടെ ത്രെഡ് ഇട്ട് വലിച്ചിളക്കുന്ന സംഭവമില്ലേ, അതും യൂസ് ചെയ്യരുത്. കാരണം നമ്മുടെ സ്കിന്നിൽ ലിറ്ററലി ഒരു പഞ്ചർ അല്ലെങ്കിൽ ഒരു മുറിവ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്, ഒരു മെഡിക്കൽ ഹെൽപ്പും ഇല്ലാണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ മുറിവുണ്ട്, ആ ഊണ്ടുണ്ടായി കഴിഞ്ഞാലുള്ള പ്രശ്നം നമുക്കറിയാലോ. സോ അങ്ങോട്ടൊന്നും കയറണ്ട, ഡയറക്റ്റ് നിങ്ങൾക്ക് സ്കിൻ കാണുന്ന വിസിബിൾ ആയിട്ടുള്ളതാണ് അല്ലെങ്കിൽ ഡ്രസ് ഇടുമ്പോൾ പെയിൻഫുൾ ആയിട്ടുള്ളതാണ് എന്നുണ്ടെങ്കിൽ നേരെ ഡോക്ടറിന്റെ അടുത്ത് പോവാ. അവര് നിങ്ങൾക്ക് സർജിക്കലി അല്ലെങ്കിൽ ലേസർ ആയിട്ട് അത് റിമൂവ് ചെയ്ത് തരും. അതാണ് ബെസ്റ്റ് വേ. അപ്പൊ ഒരിക്കലും ഈ സെറംസോ ക്രീംസോ ലാക്ടിക് ആസിഡോ സാലിസിലിക് ആസിഡോ ഒന്നും ഉപയോഗിച്ചാലും അത് മാറാൻ പോകുന്നില്ല. എനിക്കറിയാം, നമ്മളിപ്പോ ഈ യൂട്യൂബില് ഷോർട്സ് കണ്ടുപോകുമ്പോൾ ലിറ്ററലി ഒരു ഷോർട്ട് എനിക്ക് എപ്പോഴും വരാറില്ല. സാധനം മനസ്സിലായി, നിങ്ങൾക്ക് ചിലപ്പോൾ അത് വരുന്നുണ്ടാവും. ആ സാധനം യൂസ് ചെയ്താലും പോവത്തില്ല. നിങ്ങൾ ഏത് മെഡിക്കൽ പ്രൊഫഷണൽ എടുത്ത് ചോദിച്ചാൽ അവർ ഇത് തന്നെയാണ് പറയുന്നത്. ഈ ഒരു വേ ആണ് റിമൂവ് ചെയ്യാൻ ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ആയുർവേദത്തിലൊക്കെ വേറെ വേ ആണ്, അത് യൂസ് ചെയ്താലും മതി. പക്ഷെ അല്ലാണ്ട് നമ്മളായിട്ട് തുണി അല്ലെങ്കിൽ നൂലൊക്കെ കെട്ടി വലിച്ചിളക്കുന്ന സ്വഭാവം അല്ലെങ്കിൽ കത്രി കൊണ്ട് കട്ട് ചെയ്ത് കളയുന്നതൊക്കെ വേണ്ടാത്ത കാര്യങ്ങളാണ്, കൂടാനാണ് ചാൻസ്. അടുത്തത് ലാക്ടിക് ആസിഡിലോട്ട് പോവുകയാണെങ്കിൽ ലാക്ടിക് ആസിഡ് എന്ന് വെച്ചാൽ ഒരു AHA ആണ്, അതായത് ആൽഫ ഹൈഡ്രോക്സി ആസിഡ്. ഇത് മൈൽഡ് ആയിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഏറ്റവും ജെന്റിൽ ആയിട്ടുള്ള AHAകളിലും അല്ലെങ്കിൽ ജെന്റിൽ ആയിട്ടുള്ള എക്സ്ഫോളിയേറ്റുകളിലും ഒന്നാണ് ലാക്ടിക് ആസിഡ്. ഇത് എങ്ങനെ വർക്ക് ചെയ്യണേന്ന് വെച്ചാൽ നമുക്ക് ഡെഡ് സ്കിന്നെല്ലാം ബോണ്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ബോണ്ട് ഉണ്ട്, അതായത് പിടിച്ചു നിർത്തുമല്ലോ. അപ്പൊ ആ ഒരു ബോണ്ടിനെ ബ്രേക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഡെഡ് സ്കിൻ സെൽസ് ഷെഡ് ആയിട്ട് പോകും. അപ്പൊ അത് കാരണം നിങ്ങൾക്ക് ടാനിങ് ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പോകും. കാരണം ടാനിങ് കൂടുതലായിട്ടും ഒരു 2 എപ്പിഡെർമിസ് ഒക്കെ വരെയൊക്കെ നിൽക്കത്തുള്ളൂ. അപ്പൊ ആ ഒരു ഡെഡ് സ്കിൻ പോകുമ്പോഴത്തേക്ക് നമ്മുടെ ടാൻഡ് സ്കിൻ പോകും, നമ്മുടെ ബേബി സ്കിൻ പുറത്തോട്ട് വരും. അപ്പൊ ടാനിങ് മാറ്റാനും നല്ലൊരു എക്സ്ഫോളിയേറ്റിംഗ് ഏജന്റ് ആണ് ലാക്ടിക് ആസിഡ്. അത് മാത്രമല്ല നിങ്ങളുടെ സ്കിന്നിന്റെ ടെക്സ്ചർ ഒന്ന് ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓപ്പൺ പോസ് ഒന്ന് മാറുമോ എന്ന് വെച്ചാൽ ഇല്ല, പക്ഷെ നമ്മുടെ സ്കിന്നിന് ഒരു ഈവൻ ടോൺ തരാനായിട്ട് ലാക്ടിക് ആസിഡ് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമുക്ക് ഓപ്പൺ പോസ് ഒക്കെ ആണില്ലെങ്കിൽ നിങ്ങൾ 24 ഏജിന് എബോ ആണെങ്കിൽ നിങ്ങൾ റെറ്റിനോൾ യൂസ് ചെയ്യുക. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ 24 ഏജിനൊക്കെ ബിലോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിയാസിനമൈഡ് സെറംസ് യൂസ് ചെയ്യാം. പിന്നെ ഓപ്പൺ പോസ് മെയിൻലി കാണുന്നത് കോമ്പിനേഷൻ അല്ലെങ്കിൽ ഓയിലി സ്കിൻകാർക്കാണെങ്കിൽ നിങ്ങൾ സാലിസിലിക് ആസിഡ് ബേസ് ചെയ്തിട്ടുള്ള ഫേസ് വാഷും കൂടെ യൂസ് ചെയ്യാം. ഡ്രൈ സ്കിന്നും വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ ആണെങ്കിൽ ഡ്രൈ സ്കിൻകാർക്ക് ഓപ്പൺ പോസ് വരാനുള്ള ചാൻസ് കൂടുതലില്ല, വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് ഒക്കെയാണ് കൂടുതലായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിയാസിനമൈഡ് സെറം യൂസ് ചെയ്യാം. പിന്നെ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മളിവിടെ ചെയ്തിട്ട് കൊടുക്കാം. പിന്നെ ഓപ്പൺ പോസ് വരുമ്പോൾ ഞാൻ പറഞ്ഞ റെറ്റിനോൾ ബെസ്റ്റ് വേ ആണ് അത് മാറ്റാനായിട്ട്. പക്ഷെ അത് എപ്പോഴും 24 ഏജിന് എബോ ആണ് യൂസ് ചെയ്യേണ്ടത് വിത്തൗട്ട് പ്രിസ്ക്രിപ്ഷനോടെ റെറ്റിനോൾസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ ഡോക്ടറിനെ പോയി കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് ടെറ്റിനോയിൻ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അഡാപ്റ്റീൻ ജെല്ലെങ്കിലും എഴുതി തരികയും ചെയ്യും. അപ്പൊ ഇപ്പൊ ആ ഡൗട്ട് ക്ലിയർ ആയല്ലോ. അപ്പൊ ഇന്നത്തെ ലാസ്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ സ്ട്രെച്ച് മാർക്സിനെ പറ്റിയിട്ടായിരുന്നു. അപ്പൊ ടീനേജറാണ് സ്ട്രെച്ച് മാർക്സ് മാറ്റാൻ പറ്റുമോന്ന് വെച്ചാൽ അതിന്റെ ഇന്റൻസിറ്റി അനുസരിച്ചിട്ടൊക്കെയാണ് അത് നമുക്ക് മാറ്റാൻ പറ്റുമോ ഇല്ലേ എന്നൊക്കെ അറിയുന്നത്. നിങ്ങൾക്ക് നല്ല ഇന്റൻസ് ആയിട്ട് സ്ട്രെച്ച് മാർക്സ് ഒക്കെ ആണെങ്കിൽ അത് നമുക്ക് ഒരു സെറമോ ക്രീമോ യൂസ് ചെയ്ത് മാറ്റാൻ പാടാണ്. പക്ഷെ അതിന്റെ ഇന്റൻസിറ്റി നന്നായിട്ട് നമുക്ക് കുറച്ചെടുക്കാൻ പറ്റും. അപ്പൊ എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് നൺ പോലെ ആക്കാൻ പറ്റും. പക്ഷെ ആവാനും പോകുന്നില്ല എന്ന് വെച്ചാൽ അതിന്റെ പാട് കുറച്ച് കാണും, പക്ഷെ നമുക്ക് കാണുമ്പോൾ അത്ര ഉണ്ടാവും എന്ന് തോന്നില്ല. ഫസ്റ്റ് ചെയ്യേണ്ടത് നിങ്ങൾ നിങ്ങളുടെ സ്കിൻ നന്നായിട്ട് മോയ്സ്ചറൈസർ ചെയ്യാന്നുള്ളതാണ്. കാരണം ഇപ്പൊ നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്ക് സ്ട്രെച്ച് മാർക്സ് വരുന്ന ടൈപ്പ് ബോഡിയാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സഡൻ വെയിറ്റ് ഗെയിൻ ഉള്ള ആൾക്കാരാണെങ്കിൽ, പ്രത്യേകിച്ചും ടീനേജേഴ്സ് ആണെങ്കിൽ ബോഡി നന്നായിട്ട് മോയ്സ്ചറൈസർ യൂസ് ചെയ്യും. അപ്പൊ എന്താന്ന് വെച്ചാൽ മോയ്സ്ചറൈസർ ഉള്ളപ്പോൾ നമ്മുടെ സ്കിന്നിൽ സ്ട്രെച്ച് മാർക്സ് വരാനുള്ള ഇത് കുറയും. മോയ്സ്ചറൈസർ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ്
ബോഡി ഓയിൽസ് എങ്കിലും യൂസ് ചെയ്യാം. സാധാരണ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്താലും മതി, എന്തെങ്കിലും യൂസ് ചെയ്യാം. ആരെന്ന് വെച്ചാൽ സ്ട്രെച്ച് മാർക്സ് വരുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് ലൈക്ക് ഒരു ലിറ്ററലി അതൊരു ടൈപ്പ് വൂണ്ട് അല്ലെങ്കിൽ ഇഞ്ചുറി ടിയർ ആയിട്ട് പോവുകയാണ് നമ്മുടെ കൊലാജൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു സ്കാറാണ്, നമ്മുടെ മോക്കൂര് വരുമ്പോൾ ഒരു സ്കാർ ഉണ്ടാവില്ല, അതുപോലത്തെ ഒരു സ്കാറാണ് എന്താ പറയുക നമ്മുടെ സ്ട്രെച്ച് മാർക്സ്. അപ്പൊ കംപ്ലീറ്റ്ലി ഡിസപ്പിയർ നമുക്ക് ഒരിക്കലും സെറം കൊണ്ടൊന്നും പറ്റത്തില്ല. പക്ഷെ അതിന്റെ ഇന്റൻസിറ്റി നന്നായിട്ട് കുറയ്ക്കാൻ പറ്റും, നന്നായിട്ട് ബോഡി ഹൈഡ്രേറ്റ് ചെയ്യാനും മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്യാനും. പിന്നെ നിങ്ങൾ റെറ്റിനോളിന്റെ ക്രീംസ് സെറംസ് ഇല്ലേ, അത് ഫേസിൽ യൂസ് ചെയ്യാം, അത് ബോഡിയിൽ യൂസ് ചെയ്യുകയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ബെസ്റ്റ് വേ ആണ് അത് മാറ്റാൻ. ഇപ്പൊ ടീനേജേഴ്സ് ആണെങ്കിലും നമുക്ക് ബോഡിയിൽ റെറ്റിനോൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ സ്കിൻ നന്നായിട്ട് ഹൈഡ്രേറ്റും കൂടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ഇന്റൻസിറ്റി നന്നായിട്ട് കുറച്ചെടുക്കാനായിട്ട് പറ്റും. സോ നോർമലി നമ്മൾ 3 ക്വസ്റ്റ്യനിലൊക്കെ നിർത്താറുണ്ട്. ഇത് ഞാൻ 3-ൽ കൂടുതൽ പറഞ്ഞു, 5-എണ്ണത്തിനടുത്തൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കാര്യം എന്ന് വെച്ചാൽ കമന്റ് ബോക്സും എടുത്ത് പിന്നെ കുറച്ച് മറ്റേ നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിനും കൂടെ എടുത്തു. പക്ഷെ ഇതിലൊന്നും നിങ്ങളുടെ ക്വസ്റ്റ്യൻ വന്നില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ മിസ്സായതായിരിക്കും, സോറി. ഇതിന്റെ കമന്റ് ബോക്സിൽ വരികയാണെങ്കിൽ നമുക്ക് അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽ വീഡിയോ വീണ്ടും ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ട്യൂസ്ഡേ ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീട്ടിലെ ട്യൂസ്ഡേയും തേഴ്സ്ഡേയും സൺഡേസും ഞാൻ വരുന്നതാണ്. ടിൽ ഡേറ്റ്സ് ലക്ഷ്മി സൈനിങ്. ടാറ്റാ.